ഹായ് ഗൈസ്, എക്സലൻ ഓഫീസിൽ നിന്നാണേ. ഇന്നത്തെ വീഡിയോ ഇൻകം ടാക്സ് പോർട്ടലിൽ എങ്ങനെ ഒരു പാൻ നമ്പർ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ താമസിക്കുന്നില്ല, നേരെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇൻകം ടാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് റിസൾട്ടായി കിട്ടുന്ന ഇൻകം ടാക്സിൻ്റെ ഹോം സൈറ്റിലേക്കുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻകം ടാക്സിൻ്റെ പോർട്ടലിൻ്റെ ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. പുതിയ പാൻ നമ്പർ രജിസ്റ്റർ ചെയ്യാനായി വെബ് പേജിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ടോപ്പ് കോർണറിൽ രജിസ്റ്റർ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു വെബ് പേജ് ഓപ്പൺ ആയി വരും. ഈ വീഡിയോയിൽ വ്യക്തികളുടെ പാൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് നമ്മുടെ പാൻ ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനാവുക. അതായത് ഗെറ്റ് സ്റ്റാർട്ടഡ്, ഫിൽ ഡീറ്റെയിൽസ്, വെരിഫൈ ഡീറ്റെയിൽസ്, സെക്യൂർ യുവർ അക്കൗണ്ട്സ് എന്നിങ്ങനെ ആണ് 4 വ്യത്യസ്ത ഘട്ടങ്ങൾ. സോ രജിസ്ട്രേഷൻ്റെ ആദ്യ പടിയായി നമുക്ക് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളിടത്ത് പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യണം. അതിനു മുമ്പായി നമ്മളോട് പാൻ രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു ടാക്സ് പെയർ എന്ന രീതിയിലാണോ അല്ലാതെയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡിഫോൾട്ടായിട്ട് ടാക്സ് പെയർ ആണ് ഇവിടെ എനേബിൾ ആയി കിടക്കുക. നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട വ്യക്തിയാണെങ്കിൽ ടാക്സ് പെയർ തന്നെ സെലക്ട് ചെയ്ത് മുൻപോട്ട് പോവുക. സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന പാൻ നമ്പറും മറ്റ് ഡേറ്റകളും മാസ്ക് ചെയ്യുകയാണ്. പാൻ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യാനുള്ള ബട്ടൺ എനേബിൾ ആകും. ഇനി അതിൽ ക്ലിക്ക് ചെയ്യുക. വാലിഡേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ അത് അറിയിച്ചുകൊണ്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ ലഭിക്കും. കൂടാതെ നിങ്ങൾ ഇൻഡിവിജ്വൽ ടാക്സ് പെയർ ആയിട്ടാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് കൺഫേം ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ലഭിക്കും. ഇവിടെ യെസ് എന്ന് ചെക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. അതോടുകൂടി നമ്മൾ രജിസ്ട്രേഷൻ്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കും. ഇവിടെ നമ്മളോട് ചോദിക്കുന്നത് പാൻ കാർഡ് പ്രകാരമുള്ള ഡേറ്റയാണ്. അതിനു മുൻപായി ഒരു പാൻ കാർഡിലെ ആൽഫബറ്റ്സ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഒരു 10 ഡിജിറ്റ് പാൻ നമ്പറിൽ ആദ്യത്തെ 3 ഡിജിറ്റ്സ് റാൻഡം ആൽഫബറ്റിക് സീരീസിൻ്റെ പാർട്ടാണ്. 4ാമത്തെ ഡിജിറ്റ് പാൻ ഹോൾഡറിൻ്റെ സ്റ്റാറ്റസിനെ കാണിക്കുന്നു. ഇൻഡിവിജ്വലിന് എപ്പോഴും പി എന്ന ആൽഫബറ്റ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. 5ാമത്തെ ഡിജിറ്റ് പാൻ ഹോൾഡറിൻ്റെ സർനെയിമിൻ്റെ അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററിനെ സൂചിപ്പിക്കുന്നു. തുടർന്നുള്ള 4 അക്കങ്ങൾ സീക്വൻഷ്യൽ നമ്പർ സീരീസിൻ്റെ പാർട്ടാണ്. 10ാമത്തെ ഡിജിറ്റ് ചെക്ക് ഡിജിറ്റ് എന്നറിയപ്പെടുന്നു. ഇതെപ്പോഴും ഒരു ആൽഫബറ്റ് ആയിരിക്കും. ഇവിടെ റെഡ് ആസ്ട്രക്ക് വന്നിരിക്കുന്ന ഫീൽഡുകളെല്ലാം തന്നെ കമ്പൽസറി നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് ഈ ഫീൽഡിലെ ഡേറ്റകൾ കൃത്യമായും നിർബന്ധമായും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ബേസിക് ഡീറ്റെയിൽസിൽ ലാസ്റ്റ് നെയിം മാൻഡേറ്ററി ഫീൽഡാണ്. പാൻ നമ്പറിലെ 5ാമത്തെ ലെറ്റർ ഫസ്റ്റ് ക്യാരക്ടറായി വരുന്ന നിങ്ങളുടെ സർനെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം മിഡിൽ നെയിമും ഫസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. തുടർന്ന് ജെൻഡർ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നിവ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ ഡീറ്റെയിൽസിൻ്റെ 2ാമത്തെ പാർട്ടായി നിങ്ങളോട് ചോദിക്കുന്നത് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, പോസ്റ്റൽ അഡ്രസ് എന്നിവ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഗോ ഗ്രീൻ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഡിപ്പാർട്ട്മെൻറ്റ് പേപ്പർലെസ് കമ്മ്യൂണിക്കേഷനാണ് പ്രിഫർ ചെയ്തത്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റൽ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നതിനായി പരമാവധി ഈ ഭാഗത്ത് സ്വന്തം മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി സ്വന്തമായി ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഇല്ലാത്തവർക്ക് മറ്റൊരാളുടെ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഇവിടെ കൊടുക്കാവുന്നതാണ്. അങ്ങനെ കൊടുത്തതിന് ശേഷം ആ വ്യക്തിയുമായുള്ള റിലേഷൻ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ഇനി സ്വന്തം ഇമെയിൽ IDയും മൊബൈൽ നമ്പറുമാണ് കൊടുക്കുന്നതെങ്കിൽ റിലേഷൻ്റെ ഭാഗത്ത് സെൽഫ് സെലക്ട് ചെയ്യുക. സ്വന്തം ഇമെയിൽ ID ആണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഇമെയിൽ ID ടൈപ്പ് ചെയ്തതിന് ശേഷം റിലേഷൻ എന്ന ഭാഗത്ത് സെൽഫ് എന്നത് സെലക്ട് ചെയ്യുക. ലാൻഡ് ലൈൻ നമ്പർ മാൻഡേറ്ററി ഫീൽഡ് അല്ല, അതുകൊണ്ട് അത് ടൈപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്തത് പോസ്റ്റൽ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത്. പോസ്റ്റൽ അഡ്രസ്സിൻ്റെ എല്ലാ മാൻഡേറ്ററി ഫീൽഡുകളിലും ഡേറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ഡീറ്റെയിൽസിൽ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും ഓരോ 1 ടൈം പാസ്വേഡ് അഥവാ OTP വരും. മൊബൈൽ നമ്പറിലും ഇമെയിൽ IDയിലും ലഭിച്ച OTPകൾ കറസ്പോണ്ടിങ് കോളങ്ങളിൽ കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കണം.
ഇമെയിൽ OTP മെയിൽ ബോക്സിൽ വന്നിട്ടില്ലെങ്കിൽ ജങ്ക് മെയിലിലും സ്പാം ഫോൾഡറിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അതിനുശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി രജിസ്ട്രേഷൻ്റെ മൂന്നാമത്തെ ഘട്ടമായ വെരിഫൈ ഡീറ്റെയിൽസിലേക്ക് കടക്കും. ഈ ഭാഗത്ത് മുൻപ് കൊടുത്ത ഡേറ്റയിൽ ഏതെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഡേറ്റ എല്ലാം കറക്റ്റ് ആണെങ്കിൽ കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതോടുകൂടി രജിസ്ട്രേഷൻ്റെ നാലാമത്തതും അവസാനത്തതുമായ ഘട്ടത്തിലേക്ക് കടക്കും. ഇവിടെ നമുക്ക് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ആവശ്യമായ പാസ്വേഡും ഒരു പേഴ്സണലൈസ്ഡ് മെസ്സേജും ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് സെലക്ട് ചെയ്യുമ്പോൾ കേസ് സെൻസിറ്റീവും ആൽഫ ന്യൂമറിക്കും സ്പെഷ്യൽ ക്യാരക്ടർ അടങ്ങിയതുമായ പാസ്വേഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. സെറ്റ് പാസ്വേഡ് എന്ന ഫീൽഡിൽ നമുക്കിഷ്ടപ്പെട്ട പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പാസ്വേഡ് ആണെങ്കിൽ ഇൻസ്ട്രക്ഷൻസിലെ റെഡ് കളർ മാറി ഗ്രീൻ കളറായിട്ട് മാറും. കൺഫേം പാസ്വേഡ് ഫീൽഡിൽ നേരത്തെ കൊടുത്ത പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായി പേഴ്സണലൈസ്ഡ് മെസ്സേജ് ഫീൽഡിൽ 25 ക്യാരക്ടേഴ്സിൽ കുറയാത്തതും എന്നും ഓർത്തിരിക്കുന്നതുമായ ഒരു പേഴ്സണലൈസ്ഡ് മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. തുടർന്ന് രജിസ്റ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതോടുകൂടി പാൻ നമ്പർ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ സക്സസ്ഫുള്ളായി രജിസ്റ്റർ ചെയ്തു എന്ന് കാണിച്ചുകൊണ്ടുള്ള കൺഫർമേഷൻ മെസ്സേജ് ലഭിക്കും. ഇതേ കൺഫർമേഷൻ മെസ്സേജ് നിങ്ങളുടെ മൊബൈലിലും ഇമെയിൽ IDയിലും ലഭ്യമാകുകയും ചെയ്യും. ഇൻകം ടാക്സ് വെബ്സൈറ്റിൽ ലോഗിൻ ID എപ്പോഴും നിങ്ങളുടെ പാൻ നമ്പർ തന്നെയായിരിക്കും പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തതും. ഇതുപയോഗിച്ച് ഇൻകം ടാക്സിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്.